ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനും സാൻവിയും കൂടി നമ്മളെ പുതിയ സ്റ്റോക്ക് വന്നത് വാങ്ങാൻ പോവാന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് കേട്ടോ. ഇത്ര ചെറിയ കുട്ടീനെ കൂട്ടിയിട്ടാണോ ഈ തുണിക്കെട്ട് വാങ്ങാൻ പോകുന്നതെന്ന് ആരും വിചാരിക്കണ്ട. ഓളെ കൂട്ടി അങ്ങ് ഇറങ്ങി, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോനാണ് പോകുന്നത്. അപ്പം അച്ഛൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിന്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിന് വെയിറ്റ് ഉണ്ട് മോളെ, അച്ഛനെ ഇവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഞാനും സാൻവിയും കൂടിയാണ് പോയത്. കണ്ടിട്ട് നല്ല വലിയ 2 കെട്ടാണ്. അപ്പം ഭാഗ്യത്തിന് ഞാൻ ചെറിയ കെട്ട് എടുത്തിട്ട് ഇറങ്ങുമ്പോഴൊക്കെ അവിടെ ഉള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തിനെ. മുകളിൽ നിന്ന് എടുത്തിട്ട് ഓട്ടോയിൽ വെച്ച് തന്നു. അപ്പം അയാൾക്ക് ഒരുപാട് നന്ദി. ആരാന്നൊന്നും അറിയില്ല. ഞാൻ താങ്ക് യു പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഓഫീസ് കൊടുത്തത് കുറച്ച് മുകളിൽ മീൻസ് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. അപ്പം ഇത്ര വലുത് ഞാൻ വെച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ തള്ളിയിട്ട് താഴെയിട്ടാൽ കുറച്ച് താഴെ എത്തും. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID പൂജാന്തി എന്നാണ്, അതിലായാലും മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അൺബോക്സിങ് ചെയ്യാം. അപ്പം നമ്മളെ കഴിഞ്ഞ തവണത്തെ സ്റ്റോക്ക് ഷടേന്ന് പറഞ്ഞിട്ട് കാലിയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പീസ് ഉള്ളതും പോയി കേട്ടോ. അപ്പം ഈ മെറ്റീരിയലിന് അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ പിന്നെയും പർച്ചേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റി പിടിക്കാം. അപ്പം ഈ സ്റ്റോക്കിലുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ സ്റ്റോക്കിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് കിട്ടാതായി പോയവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ചോദിച്ചവരെല്ലാം വാങ്ങുമെന്നുള്ള വിശ്വാസം ഞാൻ ഇപ്രാവശ്യം കുറച്ചധികം നമ്മളെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതെന്തിനാ ഇത്ര സൂക്ഷ്മമായിട്ട് കത്രിയെല്ലാം വെച്ച് മുറിക്കുന്ന, പിച്ച് ചീന്തിയിട്ടൂടെ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചാക്കിൻ്റെ അകത്ത് അമ്മ ചെടി നട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചട്ടി രൂപത്തിൽ എന്തായാലും നമുക്ക് കൊടുക്കണമല്ലോ, അതുകൊണ്ട് അതുപോലെ ആക്കി എടുക്കുന്നത്. അവരിതിങ്ങനെ ഈ നമ്മളെ അരി വാങ്ങുന്ന ആ ചാക്കിൻ്റെ ഒരു നൂലുണ്ടാവില്ല, അതിലും കട്ടിയൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അയച്ചെടുക്കാൻ പാടൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. അപ്പം ഞാനിത് ഇങ്ങനെ അയക്കുന്നുണ്ട്. പിന്നെന്താ, കൂട്ടനെ ഇപ്പോൾ ഏച്ചീൻ്റെ മക്കളുണ്ട്. അപ്പം എല്ലാവരും കൂടി അകത്തുനിന്ന് കാർട്ടൂൺ കാണുവാണ്. അപ്പം അവർ കാർട്ടൂൺ കാണുന്ന സമയത്ത് എനിക്ക് എന്തായാലും ഈ പണികൾ എടുക്കാനാകും. അതുകൊണ്ട് ചടപടേന്ന് പണിയെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ഫോട്ടോ കണ്ടിട്ട് ഓർഡർ കിട്ടിയ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അതെല്ലാം പാക്ക് ചെയ്യണം. അങ്ങനെ വേറെയും പണിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ പുതിയ മെറ്റീരിയൽ എന്നുള്ളതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് വരെ ഈ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഓർഡർ തരിക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ദാഹിച്ച് വലിഞ്ഞിട്ട് അമ്മയോട് നാരങ്ങ വെള്ളം ആക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു. അപ്പോൾ ഇതാ ബാക്കി നമ്മൾ തുറക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചെല്ലാം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കസലയിൽ വെച്ചത് ഫുള്ള് നമുക്ക് നാളെ അയക്കാനുള്ളതാണ്. അതിൽ 2 മാത്രം TTDC വഴിയും ബാക്കി ഫുള്ള് നമുക്ക് പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് കേട്ടോ. അപ്പം കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത്. അപ്പം ഇനി നമുക്ക് പാക്കിങ്ങിലേക്ക് കടക്കാം. പിന്നെ കുറച്ച് 2-3 ഒന്നിച്ച് കിട്ടിയ പാക്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി പാക്ക് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ മെസ്സേജ് നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേര് അഡ്രസ്സ് അയക്കാൻ ബാക്കിയുണ്ടായിരുന്നു. മീൻസ് അവർ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പറയും വന്നാൽ പറഞ്ഞാൽ മതി, അപ്പോഴേക്ക് അഡ്രസ്സ് അയക്കാമെന്ന് നിന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പാക്കാക്കുമ്പോൾ ഒന്നിച്ച് അഡ്രസ്സ് കിട്ടിയാൽ വേഗം തന്നെ അങ്ങ് പാക്കാക്കി സെറ്റാക്കി വെക്കാമല്ലോ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനത്തെ പണി ഇതിൻ്റെ നടുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പുറത്തെ സൈഡിലെ കുറച്ച് നമുക്ക് ബാക്കി വന്നത് ഇപ്പുറത്തെ സൈഡ് കവറിട്ടത് മുഴുവൻ നമുക്ക് അയക്കാനുള്ളതാണ്. അപ്പോഴേക്കാണ് റിക്കൂട്ടനും കൂടി വന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്താ എന്തോ കണ്ടലം നിറഞ്ഞ പോലെ ഇത് തോന്നൽ കേട്ടോ. റിക്കൂട്ടനും കൂടി എടുത്ത് വന്ന് നമുക്ക് അത്ര അയക്കാനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. പിന്നെ റിക്കൂട്ടൻ അപ്പോഴേക്ക് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, അമ്മ എന്താ പോകുമ്പോൾ എന്നെ കൂട്ടാഞ്ഞേ? ഞാൻ പറഞ്ഞു ഷാമ്പേച്ചിനെ കൂട്ടിയിട്ടാ പോയാൽ നമുക്ക് റിക്കൂട്ടിനെയും തുണി ഒപ്പരം എടുക്കാനാവൂലല്ലോ എന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ ഓനെ സമാധാനിപ്പിക്കാൻ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ
കണ്ടില്ലേ, ഇതാണ് റിക്കൂട്ടൻ്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പ്. എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഫോണിൽ നോക്കിയിട്ട് ഇതാരാ ഇതാരാ ഇതെന്നാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമ്മലിൻ്റെ ബാക്ക് വീണു പോയത് കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ സ്റ്റഡ് എടുത്തിട്ട് താഴെ ഇട്ട്. ഇനിയിപ്പോൾ മുകളിലത്തത് സെക്കൻഡ് സ്റ്റഡ് അടഞ്ഞു പോയാലും സാരമില്ല എന്ന് അങ്ങോട്ടേക്ക് വിചാരിച്ചേട്ടാ. ഈ കമ്മലിൻ്റെ നമ്മൾ ഈ പുറകത്തെ സംഭവം പോയി കഴിഞ്ഞാൽ എന്തായാലും കുറേ നാൾ കഴിഞ്ഞിട്ടല്ലായിരിക്കും ചിലപ്പം കിട്ടുക. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം. അല്ലെങ്കിൽ ജ്വല്ലറി പോയി ചോദിച്ച സമയത്ത് അതിൻ്റെ ബാക്ക് മാത്രമായിട്ട് കിട്ടൂല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ആകെ പെട്ട് ഭയങ്കര വിഷമത്തിലാണ്. ആകട്ടെ. പിന്നെന്താ വെച്ചാൽ അപ്പം പിന്നെ എനിക്ക് 3 പാക്ക് ചെയ്യാനുള്ളത്, 4 പാക്ക് ചെയ്യാനുള്ള ഒരു പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കവറില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നേ ചെയ്തതുപോലെ തന്നെ ഒന്ന് സേഫാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ ഈ ടാപ്പില്ലേ ഇത് വെച്ചിട്ട് ഒട്ടിക്കുവാന്ന് കേട്ടോ. അപ്പോൾ റിക്കൂട്ടിന് തന്നെ മുറിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ മുറിച്ച് തന്നോന്ന് പറഞ്ഞ് അങ്ങനെ മുറിക്കാൻ നിൽക്കുവാന്ന്. മറ്റവർ രണ്ടാളും മറ്റേ ഇത് കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കത്രിക ഞാൻ അങ്ങോട്ടേക്ക് വാങ്ങി വെച്ചു. എന്തായാലും അതെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അത് വേഗം കൊണ്ടുപോയിട്ട് അകത്ത് വെച്ചാട്ടോ. അപ്പോൾ ചങ്ങായി ആടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നെയും കാത്തിട്ട്. പിന്നെ എനിക്ക് ഇത് അഡ്രസ്സെല്ലാം ചെക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യേണ്ടതും അതിൽ പേരെഴുതുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പണിയെല്ലാം കുറച്ചെടുത്ത് തീർത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പുതിയ കളക്ഷൻ കണ്ടാലോ. അതാ ആദ്യത്തെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടണിലെ ബാട്ടിക് പ്രിൻ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയൽസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയിൽ വരുന്നതാണ്. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു മെറ്റീരിയലായിരുന്നു, ഈ കളർ കോംബോ ആയിരുന്നു ഇത്, ബ്ലാക്ക് ആൻഡ് റെഡ് വരുന്നത്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഇതുപോലെ വരും, താഴത്ത് വേറൊരു പ്രിൻ്റ് വരും, പുറകിൽ കുഞ്ഞൊരു പൂവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്ലാക്ക് കളറിൽ ഇതുപോലെ ബാട്ടിക് പ്രിൻ്റ് വരുന്നതാണ് പാൻറ്റിൻ്റെ തുണി. ഇതാണ് ഷോൾ. അപ്പം എല്ലാത്തിൻ്റെയും ഞാനിങ്ങനെ എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ പെയർ ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം കണ്ട ഇതുപോലെയാണ് നമ്മളെ ഷോൾ വരുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഷോളാണ് കേട്ടോ. ഷോളായാലും പാൻറ്റായാലും ടോപ്പായാലും നല്ല 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 കോട്ടനാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും നല്ല കോട്ടനാണ് കേട്ടോ. അപ്പം വാങ്ങിയവർ തന്നെ ആദ്യം ഒന്ന് വാങ്ങിയിട്ട് പിന്നെ തുണി നല്ലതാണോ നോക്കിയിട്ട് പിന്നെ 2-3 പീസ് വാങ്ങുന്നവരുണ്ട്. പിന്നെ അവരിട്ട കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പം ഈ സ്റ്റോക്ക് കൂടി വേഗം തീരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നമ്മൾ അടുത്ത പീസ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് പിങ്ക് അല്ല റോസും അല്ല, അങ്ങനത്തെ ഒരു കളർ. ഇത് ശരിക്കും കളർ ഏതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പം ഞാൻ താഴേക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് മറ്റേ ഫോൺ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത്. താഴത്ത് ഇതുപോലെ വേറൊരു പ്രിൻറ്റ് വരും. അപ്പം നമുക്ക് കൈയിൻ്റെ ബോർഡറിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. പുറകിൽ ഇതുപോലത്തെ ഒരു പ്രിൻറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഈ ഒരു പച്ചക്കളർ, ഒരു ചണകപ്പച്ച കളറാണ് കേട്ടോ. ലൈറ്റ് ഗ്രീൻ അങ്ങനെയും പറയാം നമുക്ക്, ആ ഒരു കളറാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഇതുപോലെയാണ് കൊമ്പ വരിക. പിന്നെ ഞാൻ ഷോള് കാണിച്ചു തരാം. ഷോള് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഷോള്. ഇതിലെ ഷോള് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഈ വൈറ്റ് ടോപ്പ് ഉണ്ടാവില്ലേ, നോർമൽ ഇടുന്ന വൈറ്റ് ടോപ്പ്, അതിൻ്റെ ഒന്നിച്ച് നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. അപ്പം അത്ര നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് അത്. പിന്നെ ഈ കുറേ പേര് ചോദിച്ചിന്, ഈ മുസ്ലിംസാണ് എന്നോട് അധികം ചോദിക്കുന്നത്, ഇങ്ങനെ തട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഊരി വീണ് പോകും എന്നുള്ളത്. നല്ല കോട്ടൺ, നല്ല കോട്ടൺ തന്നെ ആയതുകൊണ്ട് നിങ്ങൾ എവിടെ വെക്കുന്നു അവിടെ നിന്നോളാം കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് നല്ലൊരു വേറൊരു കളറാണ്, നമ്മളെ മഞ്ഞ കളറും അതുപോലെ തന്നെ പച്ചയും, നമ്മളെ പണ്ടേയുള്ളൊരു എവർഗ്രീൻ കളർ എന്നൊക്കെ പറയുന്നതല്ലേ. പുറകിൽ ഇതുപോലത്തെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്, താഴത്ത് വേറെ പ്രിൻ്റ് ഉണ്ട്. കഴിഞ്ഞ സ്റ്റോക്കിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായ വേറെ ഐറ്റം ആയിരുന്നു ഈ ഒരു കോംബോ, യെല്ലോയും ഗ്രീനും കോംബോ.
അപ്പം ഇത് പച്ച, നല്ല സാധാ പച്ച തന്നെയാണ് കളറ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഷോള് വന്നിട്ട് കേട്ടോ. നമ്മൾ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് നല്ലപോലെ പെയർ ചെയ്യാൻ പറ്റുന്ന ഷോൾ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ അടുത്ത പീസ് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാത്തിൻ്റെയും ലിമിറ്റഡ് പീസ് മാത്രമേ നമ്മളെ കയ്യിൽ ബാക്കിയുള്ളൂ കേട്ടോ. അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ് പച്ച. അപ്പം ഗ്രീൻ ആൻഡ് റെഡ് കോംബോ ആണ് ഇത് വരുന്നത്. പ്രിൻ്റ് വന്നിട്ട് ഇതാ ഈ ഇലകളായിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. താഴത്തിതാ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ കൈ അതുപോലെ ചെറിയ കൈ ആണെങ്കിലും താഴത്ത് ആ ഒരു ഷെയ്ഡും കൂടി വരും കേട്ടോ. പിന്നെ പുറകിൽ ഇത് വരുന്നുണ്ട്, ചെറിയൊരു സ്ക്വയർ പോലത്തത് വന്നിട്ടുണ്ട്. സ്ക്വയറല്ല, ഒരു ഡയമണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി, റെഡാണ് കേട്ടോ. അപ്പം റെഡ് ആൻഡ് ഗ്രീൻ കോംബോ. ഇതൊന്നും നമ്മളൊരു എവർഗ്രീൻ കളറല്ലേ. പണ്ട് നമ്മൾ സ്കൂളിലെല്ലാം പഠിപ്പിക്കുമ്പം ടീച്ചേഴ്സ് ഇതുപോലത്തെ ചുരിദാർ ഡെയിലി ഓരോന്ന് ഇട്ടിട്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ +1 പഠിക്കുമ്പം ഒരു മാത്സിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു, അധികം ഇങ്ങനത്തെ ഇതായിട്ടിട്ട് വരുന്നത്. അപ്പം അന്നെല്ലാം വിചാരിക്കേണ്ടത് തീർന്നാകുമ്പോൾ ഇങ്ങനെ കിട്ടലെന്ന്. പിന്നെ നമ്മൾ അടുത്ത കളർ ഇതാ ഈ ഒരു കളറാണ്. കഴിഞ്ഞ തവണത്തെ സ്റ്റോക്കിൽ കുറേ പേര് ചോദിച്ചാൽ വേറൊരു കളർ ഇതുമായിരുന്നു കേട്ടോ. ഈ ഒരു മെറൂണും പിന്നെന്താ അതിൻ്റെ മറ്റേ കോംബോ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് താഴത്തെ പ്രിൻ്റ്, ഇതാണ് ഫ്രണ്ടിൽ വരുന്ന പ്രിൻ്റ്, പുറകിൽ ഈ ഒരു പ്രിൻറ്റും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട ഈ ഒരു ചാണകപ്പച്ച, മറ്റേത് ആദ്യത്തേൻ്റെ അകത്ത് ഒരു കട്ടിപ്പച്ചയായിരുന്നു അതിൻ്റെ കോംബോ വരുന്നത്. ഇത് വന്നിട്ട് വേറൊരു ഗ്രീൻ കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ കോംബോ വരുന്നത്. ഷോളും നല്ല കംഫർട്ടബിളായിട്ട് വരാൻ പറ്റുന്ന ഷോളുമാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ച ഡൗട്ട് എന്താണെന്ന്, കളറ് പോകുമോ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അടുത്ത വീട്ടിൽ 2-3 ചേച്ചിമാർ 2-3-4 പ്രാവശ്യം എൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവർ അതേപോലെ തന്നെ അലക്കിയിട്ടുണ്ട്, പക്ഷേ ആ കളറൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേടിയൊന്നും ആയിരിക്കും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഇതാണ്, ഒരു കോഫി ബ്രൗൺ അല്ലേ, അങ്ങനെ അതൊന്നും പറയാം, ബ്രൗൺ ഷെയ്ഡും ഇതാണ് ഫ്രണ്ടിലെ വർക്ക് വരുന്നത്. പുറകിൽ ഇതുപോലത്തെ വർക്ക് വരുന്നുണ്ട്. അതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ നല്ല വയലറ്റ് പേർപ്പിൾ കളറാണ്. ഇതാണ് കളറ്. പിന്നെ നമുക്ക് ഷോള് വന്നിട്ട് രണ്ടിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. പിന്നെ നമ്മളെ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും തുണി വന്നിട്ട് സെയിം മെറ്റീരിയൽ, മീൻസ് മൊത്തം കോട്ടൺ, പക്ഷേങ്കിൽ അതിൻ്റെ അടുത്ത് ആരോടെ ഞാൻ നോക്കിച്ചിരിക്കുന്നുണ്ട്. സെയിം മെറ്റീരിയൽ മീൻസ് നല്ല കട്ടിത്തുണി ഉണ്ടാവില്ലേ, ആ ഒരു തുണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാൻറ്റിൻ്റെ തുണീനെ കൊണ്ടും ടോപ്പ് അടിക്കാം കേട്ടോ. പിന്നെ നമ്മളെ അടുത്ത കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു പച്ച കളറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എൻ്റെ ഈ ഫോണിൽ നോക്കുന്നൊരു എന്തോ ഒരു നീല അടിക്കുന്ന പോലെ ഉണ്ടാകും, പക്ഷേങ്കിൽ ഒരു നീല പച്ച കളറാണ് ഇത് വരുന്നത് കേട്ടോ. അങ്ങനെ സാധാരണ പച്ച അല്ലാണ്ട് ഒരു നീല പച്ച കളർ ഉണ്ടാവില്ല, ആ പച്ച കളറാണ്. കഴിഞ്ഞ തവണ വേറെ കുറേ പേര് ചോദിച്ചൊരു കളർ കോംബോ ആണ് ഇത് കേട്ടോ, പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ സ്റ്റോക്കിൽ. അപ്പോൾ അതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് ഈ ഒരു പാൻറ്റാണ്. ഇതാണ് പാൻറ്റിൻ്റെ തുണി, ഇതാണ് അതിൻ്റെ ഷോള് കേട്ടോ. വെറും 3 പീസ് മാത്രമാണ് ഇതിപ്പം ബാക്കിയുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ പീസാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയാം, ഇനിയിപ്പോൾ ഞാൻ നമ്മളെ വൈറ്റ് ടോപ്പ് തന്നെ ഒന്നിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഷോളെല്ലാം ഒന്ന് പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റിക്കൂട്ടറൊക്കെ എടുത്ത് ഉറക്കിയ ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടൊന്ന് ലിപ്സ്റ്റിക്കിലിട്ടിട്ട് ഒരുങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വൈറ്റ് ടോപ്പിൻ്റെ ഒന്നിച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതേപോലെ വൈറ്റ് ടോപ്പ് സെയിം വെച്ചിട്ട് തന്നെ പെയർ ചെയ്യുന്നത്. എനിക്ക് വേറെ വൈറ്റ് ടോപ്പ് ഇല്ല കേട്ടോ. വല്ല ഡ്രസ്സ് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ വൈറ്റ് കളർ വേറെ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതാണ് നമ്മളെ ഷോൾ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഷോളുകളാണ് എല്ലാം. പിന്നെ കളർ കോംബോ എന്ന് പറഞ്ഞാലും നല്ല കളർ കോംബോ ആണ്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. റേറ്റും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഞാൻ ആ സമയത്ത് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പഴയ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.